ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടല്ലോ, ഡോറിൻ്റെ ഹാൻഡിൽ ആരോ പുറത്തുനിന്ന് വണ്ടി വെച്ചപ്പോൾ തുറക്കാൻ ശ്രമിച്ചിട്ട് എങ്ങനെയോ പൊട്ടിപ്പോയതാണ്. എനിക്കിപ്പോൾ എൻ്റെ വണ്ടി അറിയുന്നവർക്കറിയാം, ഒരു 4-5 മാസമായി ഞാനിപ്പോൾ ഈ പൊട്ടിയ ഹാൻഡിൽ വെച്ചിട്ടാണ് ഡോറ് തുറക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി, ഡോറിൻ്റെ ഹാൻഡിൽ റിമൂവ് ആക്കിയിട്ട് ബാക്ക് ഡോറിൻ്റെ ഹാൻഡിൽ ഞാൻ ഫിറ്റ് ചെയ്യും. കാരണം ഇപ്പം പുറത്തും പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ കടകൾ തുറക്കുമ്പോൾ ഞാനത് റീപ്ലേസ് ആക്കും. അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ വേണ്ട ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഒരു 9 നമ്പറിൻ്റെ സ്പാനർ. ഞാനീ പറഞ്ഞ ആൾട്ടോ കേട്ടൻ്റെ കാര്യത്തിലാണ്. അപ്പം നിങ്ങൾ സ്ക്രൂവിൻ്റെ ബോൾട്ടിൻ്റെ സൈസ് അനുസരിച്ചിട്ട് സ്പാനറിൻ്റെ അഡ്ജസ്റ്റ് നിങ്ങൾക്ക് മാറ്റാം. അതായത് കാറുകൾ മാറുന്നതനുസരിച്ചിട്ട്. ഞാനിപ്പം ആൾട്ടോ കേട്ടൻ്റെ കാര്യത്തിലാണ്. എനിക്കൊന്ന് ആൾട്ടോ 800 ഈ ഒരു സ്പാനറിൻ്റെ സൈസൊക്കെ സെയിം ആയിരിക്കാനാണ് ചാൻസ്. എന്തായാലും ലോജിക്ക് ഓപ്പൺ ചെയ്യുന്ന ലോജിക്കും റീപ്ലേസൊക്കെ എന്തായാലും സെയിം ആയിരിക്കും. അപ്പം ഒരു സ്പാനർ 9 നമ്പർ, പിന്നെ ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഡോറ് നമുക്ക് പാനൽ തുറക്കേണ്ടിയിട്ട് ഒരു പ്ലെയിനായിട്ടുള്ള ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഫൈബറിൻ്റെ എന്തെങ്കിലും ഐറ്റം. അതായത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുറന്നാൽ ചിലപ്പം സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും തുറക്കാൻ പറ്റുക, നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചിട്ട് എടുക്കുക. അപ്പം ഞാനിപ്പം ഇനി ഏതൊക്കെയാണ് അയക്കേണ്ട സ്ക്രൂസ് എന്ന് കാണിച്ചു തരാം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യമായി നമ്മൾ ഈ ഡോറിൻ്റെ ലോക്കിൻ്റെ നോബ് റിമൂവ് ചെയ്യണം. അത് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ സ്പിൻ ചെയ്താൽ നമുക്ക് ആ നോബ് തിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെയുള്ള ലോക്കിൻ്റെ ഡോർ ഓപ്പണറിൻ്റെ ആ ഒരു ലിവറിൻ്റെ സ്ക്രൂ, പിന്നെ ഇവിടെ ഒരു നമ്മുടെ ഇപ്പം കോയിനൊക്കെ പ്ലേസ് ചെയ്യേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു ഈ പറഞ്ഞ ഡോറിൻ്റെ പാനൽ ലോക്ക് ചെയ്തിരിക്കുന്ന ചെറിയ സ്ക്രൂ ഉണ്ട്. അതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു സൈഡിലൊരു പാനലുണ്ട്. നമ്മുടെ മിറർ അഡ്ജസ്റ്ററിൻ്റെ ഒരു കവറാണത്. അതും എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പം ഈ ഡോർ ഓപ്പണറിൻ്റെ സ്ക്രൂ അയച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ഈ ഒരു കോയിൻ കളക്ഷൻ്റെ ആ ഒരു ഇത് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ കാണുന്ന ഈ ഡോറിൻ്റെ കവർ ഫൈബറിൻ്റെ ഒരു അൺലോക്കാണ്. അതായത് നിങ്ങൾക്ക് സൂക്ഷിച്ച് കാണുന്ന അടുക്കൊരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിൽ നമ്മൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ പോയിൻ്റ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ അതങ്ങ് ഉള്ളിലേക്ക് പോകും. ഓക്കെ, നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇതാണ് സംഭവം. ഇതിൻ്റെ മെക്കാനിക്സ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതൊന്ന് സൂക്ഷിച്ച് നോക്കണം. ഇനി നമുക്ക് ഈ കാണുന്ന വിൻഡോ അഡ്ജസ്റ്ററിൻ്റെ മിറർ അഡ്ജസ്റ്ററിൻ്റെ ഈ പറഞ്ഞ കവർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അത് നമ്മൾ ഡോറ് അഴിക്കുമ്പം, ഡോർ പാൻ കവർ അഴിക്കുമ്പോൾ കൂളായിട്ട് അഴിഞ്ഞ് വരേണ്ടതാണ്. അതിനാദ്യം ചെയ്യേണ്ട കാര്യം, ഈ കാണുന്ന ഓപ്പണർ നമ്മൾ ആദ്യം ഉള്ളിലേക്കാക്കണം. അതിന് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അത് അൺലോക്കായി, ഉള്ളിൽ നിന്ന് അൺലോക്കായി. ഓക്കെ, ഇനി നമ്മൾ ഡോറിങ്ങനെ സൈഡിൽ നിന്ന് പുറത്തേക്ക് വലിക്കണം. അപ്പം ഡോറിങ്ങനെ പാനലിങ്ങനെ ഇവിടുന്ന് വിട്ട് കൊടുക്കും. എല്ലാ സൈഡിലും ഇനി സ്ക്രൂ ഒന്നുമില്ല, എല്ലാ സൈഡും നമ്മളിങ്ങനെ പുറത്തേക്ക് വലിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് കാണാൻ സൗണ്ട്. മുകളിൽ നിന്നുള്ളത് ഈ പറഞ്ഞ സംഭവം ലോക്ക് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഡോർ ലോക്കാക്കണം. ലോക്കാക്കി അതിൻ്റെ ഒരു നോബ് ചെറുതാവും. അപ്പോൾ നമ്മൾ എന്നിട്ട് മെല്ലെ മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അത് നമുക്ക് പുറത്തേക്ക് ഇടും. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം, ഇത് അഴിക്കാണ്ട് തന്നെ ഇത് പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതിങ്ങോട്ട് പ്രസ് ചെയ്ത് അങ്ങോട്ട് വലിച്ചാൽ ഈ പറഞ്ഞ കവർ നമുക്ക് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ ഓപ്പണർ മൊത്തം നമുക്ക് ഈ പാനലിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. എന്നാലും മാത്രമേ നമുക്കിത് പുറത്തെടുക്കാൻ പറ്റൂ. അതിന് നമ്മളിപ്പം അൺലോക്ക് ചെയ്ത് കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ ലെഫ്റ്റിലേക്ക് തള്ളിയാൽ കഴിഞ്ഞാൽ ഇതാണ് ഉള്ളിൽ നിന്ന് അൺലോക്കാവും. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പാനലിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിലേക്ക് ആക്കുക. അപ്പോൾ ഇത് ഉള്ളിലേക്ക് പോയി. അപ്പോൾ നമുക്കിത് പാനൽ മൊത്തമായിട്ട് വലിച്ചെടുക്കാൻ പറ്റും. ഇതാണ് സംഭവം. ഇതെവിടെയെങ്കിലും നല്ല സ്ഥലത്ത് സ്ക്രാച്ച് ഒന്നാകാത്ത രീതിയിൽ നോക്കുക. ഇനിയുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു
ഒരു കവറുണ്ട് ഈ ഡോറിൻ്റെ പാനലിന്. അത് സൗണ്ട് വണ്ടി ഓടുമ്പം സൗണ്ടൊന്നും ഉള്ളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ചെറിയ കോട്ടിങ് സംഭവമാണ്. അതിങ്ങനെ നമ്മൾ താഴോട്ടേക്ക് ഇങ്ങനെ ഇവിടെ ഒരു പ്രത്യേക ഗം വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അത് മെല്ലെ താഴോട്ടേക്ക് എടുക്കുക. താഴോട്ടേക്ക് എടുത്താൽ കയ്യിലൊക്കെ ഇങ്ങനെ ആവും. അപ്പം ഇവിടെ കാണാം, ഇവിടെയാണ് ആ ഡോറിൻ്റെ നമ്മുടെ ഈ ഒരു ഡോർ ഹോൾഡർ കാണുന്നത്, സോറി ഹാൻഡിലിൻ്റെ ഇത് കാണുന്നത്. നിങ്ങൾക്കാണ് അവിടെ 2 നട്ട് കാണുന്നുണ്ട്. ഈ 2 നട്ട് നമ്മൾ റിമൂവ് ചെയ്യണം. കൂടാണ്ട് ഇവിടെ കാണാൻ ഒരു ലിവർ, ഞാനിപ്പോൾ തൊട്ട ലിവർ ഉണ്ടല്ലോ, ഇപ്പോൾ കാണുന്നുണ്ട്. ഈ ലിവർ നമ്മളെ ഡോറിൻ്റെ അതവിടെ ലോക്കാവുന്നുണ്ട്. ആ ലോക്ക് നമ്മൾ റിമൂവ് ആക്കണം. എന്നാൽ മാത്രമേ നമുക്കത് പുറത്തേക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ നമുക്കത് അയക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലോക്കാണത്. അതായത് പിന്നെ 2 നട്ടുകൾ കാണുന്നുണ്ട്. ആ നട്ടിൻ്റെ തൊട്ടപ്പുറം റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ലിവർ മുകളിലേക്ക് പോയിട്ടുണ്ട്. ആ മുകളിലേക്ക് പോയിട്ട് അവിടെ ചെറിയൊരു വെള്ള ക്ലിപ്പ് കാണുന്നുണ്ട്. ആ ക്ലിപ്പ് നമ്മൾ റിമൂവ് ചെയ്യണം. നട്ട് അയച്ചതിന് ശേഷം ക്ലിപ്പ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഹാൻഡിൽ മൊത്തമായിട്ട് പുറത്തെടുക്കാൻ പറ്റൂ. അപ്പോൾ ആദ്യം ഞാൻ നട്ട് അയക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു തിരുത്തുണ്ട്. 9ൻ്റെ സ്പാനറല്ല, 10ൻ്റെ സ്പാനറാണ്. ഞാനിപ്പോൾ എടുത്തപ്പോഴാണ് 10ൻ്റെ സ്പാനർ കാണിച്ചത്. ഇപ്പം ഞാനിപ്പോൾ ഇത് അയക്കുന്നുണ്ട്. അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴെ വീഴാൻ സാധ്യതയുണ്ട്. താഴെ വീണാൽ പിന്നെ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. 2 അയച്ചു. ആ ഒരു വെള്ള കാണുന്ന ക്ലിപ്പ് നമ്മൾ ആ ലിവറിൽ നിന്ന് റിമൂവ് ചെയ്യണം. അത് മുകളിലേക്ക് വലിച്ചാൽ മതി. അപ്പം ആ ക്ലിപ്പം അത് റിമൂവ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ലിവർ നമുക്ക് ആ ഹോൾഡറിൽ നിന്ന് റിമൂവ് ചെയ്യാം. അതായത് ഒരു കറുത്ത ഒരു ചെറിയ ക്ലിപ്പിൽ കൂടെ ഉള്ളിലേക്ക് കയറി കാണും നിങ്ങൾക്ക്. അത് നമ്മൾ വലത്തോട്ട് ഈ കാണുന്ന ഈ ലിവർ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പുറത്തേക്ക് തള്ളിയാൽ നമുക്ക് നമ്മുടെ ഹോൾഡറിൽ നിന്ന്, അതായത് ഡോർ ഹാൻഡിൽ നിന്ന് ഈ പറഞ്ഞ മെക്കാനിസം മൊത്തമായിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ എടുക്കാൻ പോവാണ്. ഇപ്പം ഞാനത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഇത് കണ്ടോ, 2ഉം പൊട്ടിയിട്ടുണ്ട്. ഈ ഒരു പോർഷനാണ്, ഈ കാണുന്ന സാധനമാണ് നമ്മൾ ഉള്ളിൽ നിന്ന് ഇപ്പം നട്ട് എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഡോറിൻ്റെ ഈ ഹാൻഡിൽ പറയുന്നത്. ഇതിവിടെ ഇങ്ങനെയുണ്ടോ, ഇതാരിങ്ങനെ നന്ന ശക്തിയിൽ വലിച്ചെടുത്തിട്ട് ഈ ക്ലിപ്പിൻ്റെ ഈ 2 ഈ ഭാഗവും ഇവിടുന്ന് ഈ സാധനത്തിൽ ഈ കണക്ടറിൽ നിന്ന് പൊട്ടിപ്പോയി. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബാക്കിലുള്ള ലെഫ്റ്റ് ഡോറിൻ്റെ ഹാൻഡിലും ഇതും ഒരുപോലെ ആകാൻ ചാൻസ് ഉള്ളത്. അപ്പം ഞാൻ അതെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഫിറ്റാക്കാനുള്ള പരിപാടി. ഇപ്പം നിങ്ങൾക്കാണ് ഡോറിലിപ്പം നമ്മുടെ ഹാൻഡിലില്ല. ഞാൻ ബാക്ക് ഡോർ തുറന്നിട്ട് ബാക്ക് ഡോറിൻ്റെ ഹാൻഡിൽ ഇതേപോലെ എടുക്കാൻ പോവാണ്. അപ്പോൾ എടുത്തിട്ട് കാണാം. ഞാനിപ്പം ബാക്ക് ഡോറിൻ്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാ സംഭവങ്ങളും റിമൂവ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ ഫ്രണ്ട് ഡോറിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഞാനിത് എടുക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ബാക്ക് ഡോർ ഹാൻഡിൽ റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് കാണാം, നേരത്തെ കണ്ട പോലെ ഇത് 2 അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ നല്ല വർക്ക് കണ്ടീഷനില്ല. ഇപ്പം നിങ്ങൾക്ക് ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. അതിവിടെ സ്പ്രിങ് ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഞാൻ കറക്റ്റ് ഇത് പറഞ്ഞുതരാം. ഇത് ഉള്ളിൽ നിന്നുള്ള വ്യൂ എങ്ങനെയുണ്ടാവും. അതായത് ഞാൻ നേരത്തെ കണ്ട ലിവർ ഉണ്ടല്ലോ, ഡോർ ഓപ്പൺ ചെയ്യുന്ന ലിവർ, ആ ലിവർ ഈ ഹോളിൽ കൂടെ ഉള്ളിലേക്ക് പോകും. പിന്നെ അവിടുന്ന് ആ ലിവറും ഈ ഒരു ഹോൾഡർ പിന്നെ ഹാൻഡിൽ തമ്മിൽ വിട്ടുപോകാതിരിക്കാനാണ് ഈ ഒരു വെള്ള ലോക്ക് വന്നിരിക്കുന്നത്. നമ്മളത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ലോക്ക് ഇങ്ങനെ താത്തിയിട്ട് ആ ലിവറിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഇപ്പം ഇങ്ങനെയാണ് ഉള്ളിൽ നിന്നുള്ള അവസ്ഥ ഉണ്ടാവുക. അപ്പം ഞാൻ ആദ്യം ചെയ്തത് ഈ കാണുന്ന ലിവർ ആദ്യം ഞാൻ റിമൂവ് ചെയ്തു. മുകളിലേക്ക് ഇങ്ങനെയാക്കി, ഇങ്ങനെ ആക്കുമ്പോൾ അത് സംഭവിക്കും, ആ പറഞ്ഞ ലിവറിൽ നിന്ന് നമ്മുടെ ഈ ഹാൻഡിൽ ഫുള്ളായി റിമൂവ് ആയി. പിന്നെയുള്ളത് ആ ഒരു ലിവർ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ വലത്തോട്ട് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് നട്ട് കൂടെ അയച്ചാൽ നമുക്കിത് സുഖമായിട്ട് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഞാനിപ്പം ഇനി ഫ്രണ്ട് ഡോറിലേക്ക് പോയിട്ട് ഫ്രണ്ട് ഡോർ കണക്ട് കാണിച്ചു തരാം. കണക്ട് ചെയ്യുന്ന മുന്നേ നമ്മളിത് ആദ്യം ടോപ്പ് പൊസിഷനിലായിരിക്കണം. ഈ ഒരു പൊസിഷനിലായാലും മാത്രമേ നമുക്ക് ആ ലിവറിനെ ഇതുമായി ബന്ധിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോറിൽ ഇപ്പോൾ ഒന്നുമില്ല. ഫ്രണ്ട് ഡോറിലേക്ക് ആദ്യം നമ്മൾ ഈ നട്ട് ഈ ബോൾട്ട് ഇതിലേക്ക് കയറുന്ന വിധത്തിലാക്കണം.
അതിന് മുമ്പ് ആദ്യം ആ പറഞ്ഞ ക്ലിപ്പും കാര്യങ്ങളും ഇങ്ങനെ ഇട്ടിട്ട് ഈ നട്ട് ബോൾട്ട് കൊണ്ടിടുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പം കാണുന്നുണ്ടല്ലോ, ഈ കാണുന്ന 2 ബോൾട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മുകളിലുള്ള ഒരു ലിവർ കാണുന്നുണ്ട്. ആ ലിവർ ഇപ്പം ഞാൻ അതിനുള്ളിലേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് ഉള്ളിലേക്ക് പ്രസ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കാണുന്ന വെള്ള കളറുള്ള ആ ഒരു ലോക്ക് ഉണ്ടല്ലോ, കാണുന്നുണ്ടോ അറിയില്ല. ലൈറ്റ് മാക്സിമം ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് അടിക്കാൻ കുറച്ച് പണിയാണ്. ആ വെള്ള കളറിലുള്ള പിന്നെ ലോക്ക് ഞാൻ ആ ലിവറിൻ്റെ മുകളിലേക്ക് ലോക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സംഭവം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ നല്ല നെറ്റ് ഇട്ടിട്ട് ലോക്ക് ഇട്ടതിന് ശേഷം കാണിക്കാം. ഞാനിപ്പം ഇതിൽ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇത് കാണിച്ചു തരാം എന്താ കറക്റ്റ് ഉള്ളിലത്തെ വ്യൂ കാണിച്ചു തരാം. എന്താ ഈ കാണുന്ന കറുപ്പ് ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ പറഞ്ഞ ലിവർ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വെള്ള ക്ലിപ്പ് ഈ ലിവർ ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ വെള്ള സ്റ്റീലിൻ്റെ ആ ഒരു ലിവർ നമ്മുടെ ആ ഹോൾഡറിൻ്റെ ക്ലിപ്പിൻ്റെ ഒരു ബ്ലാക്ക് കളർ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോയിട്ട്, അപ്പോൾ ഞാൻ അത് ഇടത്തോട്ടേക്ക് തള്ളിയിട്ട് പോയതാണ്. ഈ പച്ച കളർ മാർക്ക് കാണിക്കുന്നത് അങ്ങനെയാണ് ലിവറിൻ്റെ പൊസിഷൻ. പിന്നെ 2 നട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പം മാക്സിമം ടൈറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ക്ലിപ്പ് ഇടാതിരിക്കാൻ മറന്നു പോകരുത്. ക്ലിപ്പ് ഇട്ടിട്ടില്ലേ പിന്നെ സൗണ്ടും ഉണ്ടാവും. പിന്നെ അത് ക്ലിപ്പിലാണ് ശരിക്കും ഇത് ടൈറ്റായി നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഡോറിൻ്റെ പാനൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ ക്ലിപ്പ് ഇവിടെ അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇത് കണ്ടോ, ഈ ക്ലിപ്പിന് നമ്മൾ ആദ്യം പഴയ കണ്ടീഷനിലേക്ക് മാറ്റണം. അത് പുറത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ അത് പഴയ ഇതിൽ വന്നു. മാക്സിമം പുറത്തേക്ക് ഈ ഒരു ഷേപ്പിലേക്ക് തള്ളു. എന്നിട്ട് ഈ പറഞ്ഞ ഈ കണ്ടോ ഈ മോന പോലെയുള്ളത് മൊത്തം ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മുടെ ഈ പറഞ്ഞ പുറത്ത് കാണുന്ന ഇത് ഹോൾഡ് ചെയ്തിട്ട് വേണം ഉള്ളിലേക്ക് തള്ളാൻ. ആ കറന്ന് കറക്റ്റ് ഇതിലേക്ക് തള്ളിയ ശേഷം ഇതങ്ങ് പ്രസ് ചെയ്യുക. ലോക്കായി. ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് മുമ്പ് ഒന്ന് ഡോറ് അടച്ച് തുറന്ന് നോക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ ഈ ഡോർ ടൈറ്റ് ആക്കുമ്പോൾ ഈ പറഞ്ഞ പാനൽ അയച്ചിരുന്നു. അത് ഞാൻ പാനൽ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും മാത്രമേ നമുക്ക് ഈ ഒരു പാനൽ കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ബൾജ് ആയിട്ടുണ്ടാവും. അപ്പം ഇതാണ് ആ പാനൽ. ഇത് നമുക്ക് എനിക്കൊന്ന് ഇത് ആദ്യം വെച്ചിട്ട് മാത്രമേ ഇത് ഓക്കെ ഇങ്ങനെ ആക്കിയിട്ട് താഴെ ഇട്ട് അടിച്ചിട്ട് ആദ്യം താഴെ ഭാഗം ആക്കുക. എന്നിട്ട് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അപ്പം എന്നാ നമുക്ക് ചെയ്യാനുള്ളത് ഈ 2 സ്ക്രൂ, അതായത് ഓപ്പണറിലുള്ള സ്ക്രൂവും പിന്നെ ഇവിടെയുള്ള ചെറിയൊരു ഈ ബോക്സിൻ്റെ സ്ക്രൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ കാര്യം ഡോറിൻ്റെ ഹാൻഡിൽ റിപ്പയർ ചെയ്യാൻ പഠിച്ചു. അതായത് ഒരു വണ്ടി ഉണ്ടാകുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത്യാവശ്യം അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇതിപ്പം ചെറിയ കാര്യമാണ്. ഇതുപോലെ ചെറിയ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് പഠിക്കുക. ഞാനിത് പല വീഡിയോസ് കണ്ടിട്ട് ഐഡിയ വന്നതാണ്. പിന്നെ ഇത് കുറച്ച് കാലമായി ഇങ്ങനെ പൊട്ടിക്കെടുക്കുന്നു. പിന്നെ വീണ്ടും ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചു. പക്ഷേ പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോറിന് തന്നെ സ്ക്രാച്ച് വന്നു തുടങ്ങി. ഞാനിങ്ങനെ അഡ്ജസ്റ്റ് കളിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഇവിടെ തന്നെയുണ്ട്. അപ്പം ബാക്ക് ഡോറിൻ്റെ ഹാൻഡിൽ റിമൂവ് ആക്കിയിട്ട് ഞാൻ ഫ്രണ്ട് ഡോറിൻ്റെ ഫ്രണ്ടിലേക്ക് റിപ്പയർ ചെയ്തു. അപ്പം ലെഫ്റ്റ് ആകുമ്പോൾ എന്തായാലും മാച്ച് ആവും. പിന്നെ ഇനി ആരെങ്കിലും ബാക്ക് സൈഡിൽ കയറുന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളൊന്ന് തുറന്നെടുക്കും. പിന്നെ എന്തായാലും 3 പേരിലാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനിയിപ്പം ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് കടകളൊക്കെ തുറക്കുമ്പോൾ ഞാൻ പോയിട്ട് വാങ്ങിക്കും. ഞാനിപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റിനെ കാണിച്ചിറങ്ങുന്നത്. എന്നാ പിടിക്ക്, സ്പാനർ പിടിക്ക്. ഇത് തരണേ. അയ്യോ
ബാ